പ്രമോയിൽ കണ്ടതുപോലെ മസ്താനിക്കിട്ട് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ബിൻസി. ഇന്നലെ തൊട്ട് വളരെ ഡൗൺ ആയിരുന്ന മസ്താനിക്ക് മെന്റൽ സപ്പോർട്ട് കൊടുത്തിരുന്നത് കുറച്ച് ഹൗസ്മേറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് ബിൻസിയുമായിട്ടുള്ള ഇഷ്യൂയിൽ അവർക്ക് പോലും ഒന്നും ഇടപെടാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മസ്താനിയുടെ വായിൽ നിന്ന് വീണത്. ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ മസ്താനിയോട് കുറച്ച് ഇഷ്ടമെല്ലാം തോന്നി വന്നതായിരുന്നു. അതാണ് ഇന്ന് നശിപ്പിച്ചു കളഞ്ഞത്. മസ്താനിക്കുള്ള നെഗറ്റീവ് ഇമേജ് മാറ്റാൻ വേണ്ടി എല്ലാവരോടുമുള്ള പ്രോബ്ലംസ് എല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാനിയോടും ബിൻസിയോടുമുള്ള പ്രോബ്ലമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഹൗസ്മേറ്റ്സ് എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞതായിരുന്നു. അവരുടെ പ്രോബ്ലം അത്ര പെട്ടെന്നൊന്നും മാറുന്നതല്ലോ. കാരണം ബീബി കഴിഞ്ഞതിന് ശേഷവും പരസ്പരം കരിവാരി എറിയുകയായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ബിൻസിയും അപ്പാനിയും മസ്താനിയെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുവാനായി പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഹൗസ്മേറ്റ്സ് എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും സംസാരിക്കാൻ ഇരുത്തുകയായിരുന്നു. അപ്പാനിയോട് ഇന്നലെ തൊട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കുവാൻ ഒട്ടും താല്പര്യമില്ല എന്നായിരുന്നു അപ്പാനിയുടെ മറുപടി. പിന്നീട് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അപ്പാനി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് മസ്താനിക്ക് ബിൻസിയോട് സംസാരിക്കാനുള്ള മുഴുവൻ സപ്പോർട്ട് നൽകിയത് ശാരികയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുവാൻ തുടങ്ങി. ബിൻസിക്ക് മസ്താനിയോട് അത്രമാത്രം ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഫേസ് ടു ഫേസ് സംസാരിക്കാതിരുന്നത്. ബിൻസിക്ക് അറിയാമായിരുന്നു മസ്താനിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ബിൻസിയുടെ കൈവിട്ടു പോകുമെന്നുള്ളത്. അതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമെല്ലാം വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയി. പിന്നീട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അത് ആകെ വഷളാവുകയായിരുന്നു. അവരുടേത് ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നില്ല. ഓരോന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. മസ്താനിയുടെ ഭാഗത്ത് നിന്ന് ബിൻസിയെ കുത്തിക്കൊണ്ടുള്ള സംസാരങ്ങളായി തുടങ്ങി. 7th സീസണിൽ 7ന്റെ പണി കിട്ടിയിട്ടല്ലേ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതെന്ന്. ഇത് കേട്ടപ്പോൾ ബിൻസി പറഞ്ഞു 8ന്റെ പണിയും കിട്ടിക്കൊണ്ടല്ലേ നീ ഇപ്പോൾ നടക്കുന്നതെന്ന്. അങ്ങനെ ഇവർ ഓരോന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. പിന്നെ അവർ പുറത്തുള്ള വീഡിയോസിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. നീ ഇനി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ റിപ്പോർട്ട് അടിക്കുമെന്ന് മസ്താനി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബിൻസി പറഞ്ഞു എത്രയൊക്കെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലും ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞു. മസ്താനി അവിടെ നിന്ന് എണീറ്റ് പോവുകയായിരുന്നു. ഇതിനിടയിൽ മസ്താനി പറഞ്ഞു ഞാൻ ഒരു ഷിറ്റും ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്ന്. ബിൻസി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് അന്തസ്സായിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്, അല്ലാതെ നിന്നെ പോലെയല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ മസ്താനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിന്റെ അന്തസ് ഞാൻ കണ്ടു ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ എന്ന്. ഈ ഒരൊറ്റ വാക്ക് മസ്താനി പറഞ്ഞത് മാത്രമേ മസ്താനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. യെല്ലോ സോഫയിലിരിക്കുന്ന മസ്താനിക്ക് നേരെ ബിൻസി ഒരു പോക്കായിരുന്നു. ബിൻസിക്ക് അത് വളരെ ട്രിഗറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ബിൻസി മസ്താനിക്ക് നേരെ പോയിക്കൊണ്ട് പറഞ്ഞു അതേടി ഓട്ടോക്കാരൻ്റെ മകളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചാച്ചൻ്റെ ഓട്ടോയിൽ പോയത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ ചാച്ചൻ ഓട്ടോ ഓടിച്ചു തന്നെയാണ് എന്നെ ഈ നിലയിൽ വരെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്കതിൽ ഒരു മോശവുമില്ല. ഞാൻ നിന്നെപ്പോലെയല്ല. നിനക്ക് നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് തലയുയർത്തി നടക്കാൻ പറ്റുന്നുണ്ടോ? തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ലേ നീ നടക്കുന്നത്. നിനക്ക് നിന്റെ നാട്ടിലൊന്ന് ഇറങ്ങി നടക്കുവാൻ പറ്റുന്നുണ്ടോ? എനിക്ക് എന്തായാലും ആ ഗതികേടൊന്നുമില്ല. 14 ദിവസമേ ഞാനിവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും വളരെ അഭിമാനപൂർവ്വം ഓട്ടോയിലാണെങ്കിലും ഞാൻ അതിൽ അന്തസ്സായിട്ടാണ് പോയത്. പക്ഷേ നീയോ, നിന്നെ ഇവിടെ ഇവരെല്ലാവരും ആട്ടി പറഞ്ഞയപ്പിച്ചതല്ലേ. ബീബി ഹൗസിലേക്ക് തിരിച്ചു വരുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടു കൂടിയാണ് വന്നത്. എന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? നീ പേടിച്ച് വിറച്ച് മാനം കെട്ടിട്ടല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും നിന്റെ ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി അങ്ങോട്ട് പൊട്ടുകയായിരുന്നു. മസ്താനിക്ക് ഒരു അക്ഷരം പോലും മിണ്ടുവാനുണ്ടായിരുന്നില്ല. മസ്താനി ബിൻസിയുടെ മുഖം നോക്കി ഒരേ നിൽപ്പായിരുന്നു. ഹൗസ്മേറ്റ്സ് ആരും ബിൻസി ഈ പറയുന്നതിനിടയിലേക്ക് സംസാരിക്കുവാൻ വന്നിട്ടില്ല. കാരണം മസ്താനി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ ഹൗസ്മേറ്റ്സും മസ്താനിക്ക് സപ്പോർട്ടായി നിന്നേനെ. എന്നാൽ ഓട്ടോക്കാരൻ്റെ മകൾ ഓട്ടോയിൽ പോയി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് വളരെ മോശമായി പോയി. പിന്നെ ബിൻസി ഒരുപാട് പുറത്തുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടു. നിന്നെപ്പോലെ പുട്ടിയടിച്ച് പേരും മാറ്റി നടക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എത്രയൊക്കെ നീ ആൾമാറാട്ടം നടത്തിയാലും നീ തന്നെയല്ലേ, അല്ലാതെ നീ മാറാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ബിൻസി പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നല്ല അന്തസ്സായി തന്നെയാണ് എന്നെ വളർത്തി ഈ നിലയിലെത്തിയത്. നിനക്ക് തല്ലി വളർത്താൻ ഒരു നല്ല തന്തയില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നീ ഈ കാണിക്കുന്നത് എന്നായിരുന്നു ബിൻസി മസ്താനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നത്. ബിൻസിയുടെ ഓരോ ചോദ്യത്തിനു മുന്നിലും മസ്താനി നിശബ്ദത മാത്രമായിരുന്നു പാലിച്ചുകൊണ്ടിരുന്നത്. കാരണം മസ്താനിക്ക് ഒന്നും പറയുവാനില്ല. മസ്താനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കൊട്ടും ബിൻസി കൊടുക്കാൻ തയ്യാറായിട്ടായിരുന്നു നിന്നിരുന്നത്. മസ്താനിയോട് ബിൻസി പറഞ്ഞു ഞാൻ ഉള്ളപ്പോഴാണ് നീ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നത് എങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിച്ചിട്ട് ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അതിൻ്റെ മേൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും ഞാൻ അത് നോക്കിക്കോളുമെന്നായിരുന്നു ബിൻസി പറഞ്ഞിരുന്നത്. ബിൻസിയുടെ ക്ഷമ കെട്ട് നിൽക്കുന്ന സമയമായിരുന്നു. കൂടുതലായിട്ടുണ്ടെങ്കിൽ മസ്താനിക്ക് അപ്പോൾ തന്നെ അടി പൊട്ടുമായിരുന്നു. ബിൻസി പറഞ്ഞു ഞാനിനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും വളരെ അന്തസ്സായി തന്നെ എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. നിനക്ക് നിന്റെ നാട്ടിലേക്കൊന്ന് പോകാൻ പറ്റുന്നുണ്ടോ? നിനക്ക് തലയിലൂടെ മുണ്ടിട്ടിട്ടല്ലാതെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? നിന്റെ അവസ്ഥയൊന്നുമല്ല എനിക്കുള്ളത് എന്നൊക്കെയായിരുന്നു ബിൻസി പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വന്തം പേരും സ്വന്തം രൂപവും മാറ്റിക്കഴിഞ്ഞാൽ നീയല്ലാതെ ആകുന്നില്ല. നീ അത്രയ്ക്കും പോപ്പുലർ ആയിട്ടില്ലേ, അത് അത്ര നല്ല രീതിയിലാണോ എന്നുള്ളതെല്ലാം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് എന്നിങ്ങനെ എത്രമാത്രം മസ്താനിക്കിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും മസ്താനിക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ബിൻസി. മസ്താനിയുടെ ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്.
അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയി പോയി ബിൻസി. ഇന്നലെ തൊട്ട് മസ്താനിയുടെ ഇമേജ് എല്ലാം ഒന്ന് ക്ലിയർ ആയി വരികയായിരുന്നു. അതിനിടയിലേക്കായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നിപ്പോയി. എല്ലാ ഹൗസ്മേറ്റ്സും പറഞ്ഞു 14 ദിവസമേ ബിൻസിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇമ്പാക്റ്റ് ആണ് ബിൻസി ഈ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചു പേർ പറഞ്ഞു ബിൻസിക്ക് അത്രമാത്രം ട്രോമയുണ്ടായിട്ടുണ്ട്. അവൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് തീർക്കാൻ പറ്റുക? ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അവളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ട് അവൾ പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും പറയട്ടെ എന്നായിരുന്നു മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്തായാലും ബിൻസി മസ്താനിയെ നിർത്തി പൊരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.